പൊതുവിലുള്ളൊരു കാര്യമാണ്. പൊതുവിലുള്ള ശരിയായൊരു പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. രാജ്യത്താകെയുള്ള ആ മാനദണ്ഡം മാറേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു മാനദണ്ഡത്തിൽ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടില്ല. പലപ്പോഴും സ്പെഷ്യൽ പാക്കേജുകൾ അവർ പലയിടത്തും അനുവദിക്കുന്നുണ്ട്. അത് നമ്മുടെ അനുഭവത്തിൽ ഈ ഘട്ടത്തിലൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം സംസാരിക്കുമല്ലോ. അതും പരിശോധനയിലാണെന്നല്ലേ അവർ മറുപടി പറയുന്നത്. ആ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല എന്ന് CM പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് CM നേരത്തെ പറഞ്ഞ വയനാട്ടിലെ വിഷയത്തിൽ ഗൗരവമായ കാര്യങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മറ്റ് കുറച്ച് വിഷയങ്ങളിലേക്ക് കൂടെ കടക്കണമെന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അല്ലേ? ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞോട്ടെ. ഇതിനെപ്പറ്റി മറ്റു വിഷയങ്ങളില്ലെങ്കിൽ മറ്റു വിഷയത്തിലേക്ക് കടക്കാം നമുക്ക്. ഇത്ര ഈ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണോ? അതല്ല, അല്ല, പൊതുവിൽ മാധ്യമങ്ങളുടെ രീതിയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഈ നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ ഇതുമായി സഹകരിക്കുകയാണ്. നല്ല സഹകരണം പൊതുവേ ഉണ്ട്. അതിലൊരു പ്രശ്നവുമില്ല. നല്ല സഹകരണം തന്നെ പൊതുവേ ഉള്ള. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ കാണണ്ടേ? യഥാർത്ഥത്തിൽ ഇളം മനസ്സിൽ കള്ളമില്ലല്ലോ. അവരുടെ സമ്പാദ്യം ചെറിയ കൊടുക്കുക, അതുമായിട്ട് വന്ന് അതാകെ തരികയല്ലേ. എത്ര കുട്ടികളാണ് അങ്ങനെ തയ്യാറാകുന്നത്? അപ്പോൾ നാടിൻ്റെ ഒരു പൊതുവായ വികാരമാണത് കാണിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺ വരെയുള്ളവർ അതിനങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. സമയത്തൊക്കെ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളിപ്പോൾ അത് ഈ കൊടുക്കുന്ന വീണ്ടും പൊട്ടിക്കണം. നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ, ഒരു കാര്യം കൂടി അത് ചോദിച്ചോട്ടെ. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അതാണ് ശരിയായ രീതിയിൽ നേരത്തെ ഇവർ ചൂണ്ടിക്കാണിച്ചത്. അത് പുനഃപരിശോധിക്കണം എന്ന് മാത്രമല്ല, ഇത് വളരെ അപര്യാപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ശരിയായ പ്രശ്നമാണ്. പക്ഷെ പൊതുവിലെടുക്കേണ്ടതാണ്. താങ്കളുടെ തന്നെ MLA ആയ PV അൻവറിൻ്റെ ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ്. അതിനെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു എന്നറിയാൻ സമൂഹത്തിന് വലിയ കൗതുകമുണ്ട്. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ഏറ്റവും പ്രസക്തമാകുന്നത്. ഒന്ന് പറയാമോ CM? സമയം കഴിയാറിയാന്ന് ഞാൻ പറഞ്ഞില്ലേ, സമയം കഴിയുന്നില്ല. അല്ല, ഒരു മണിക്കൂറാകുമ്പോൾ CM എണീക്കാറുണ്ട്. ഞാൻ പറയാൻ തയ്യാറായി ഇവിടെ ഇരിക്കല്ലേ. നിങ്ങൾ സമയം കഴിഞ്ഞു എന്ന് പറയുന്നത്. CM 55 മിനിറ്റ് പറഞ്ഞില്ലേ CM? നമ്മളെല്ലാം കേട്ടില്ലേ CM? അല്ല, അത് കൂടുതൽ സമയം എടുക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വിവരാവകാശ രേഖ കൊടുത്തതിന് അങ്ങനെ ഒരു അന്വേഷണം തന്നെ ഇല്ല എന്നുള്ളൊരു മറുപടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മനോരമ ന്യൂസിന് ലഭിക്കുകയും ചെയ്തു. അക്കാര്യം അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അതിലൊരു നടപടി ഇന്നലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനുള്ള സത്യം എന്താണ്? അതിൽ തൃശ്ശൂർ കാര്യം സംബന്ധിച്ച്, നമ്മുടെ പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ ആ വസ്തുതകൾ അംഗീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ആ വസ്തുതകൾക്കനുസരിച്ചല്ല റിപ്പോർട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടല്ല, ഈ റിപ്പോർട്ട് നൽകിയത്. ഈ വിവരാവകാശ കമ്മീഷന് വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതകളനുസരിച്ചല്ല. അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ
അല്ല, ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. എൻ്റെ അടുത്ത് കടലാസുകൾ വന്നപ്പോൾ ഒരാഴ്ച മുമ്പാണത് വരുന്നത്. ആ വന്നപ്പോൾ 24-ാം തീയതിക്ക് മുൻപ് ഇത് റിപ്പോർട്ട് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കുന്നത് 2024 ഏപ്രിൽ 21-നാണ്. ഇത്രയും കാലം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാകാത്തത്? കാരണം കുറ്റാരോപിതനായ ADGP MR രാജ്കുമാറിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങക്ക് ഈ നീട്ടിക്കിട്ടണമെന്ന അപേക്ഷ അങ്ങക്ക് വരുന്നത്. അതങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടോ? ഏപ്രിൽ 21 മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരാഴ്ചയ്ക്കകത്ത് അന്വേഷണം ഉണ്ടാവുമെന്ന് ഒരു വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് വൈകുമ്പം മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ച എന്ന് പറയുന്നത് 1 മാസമെങ്കിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് തിരക്കേണ്ടതല്ലേ? ഒരു ഏറ്റവും പ്രധാന അല്ല, അങ്ങ് വേണ്ട, അങ്ങയുടെ ഓഫീസിൽ നിരക്കാവല്ലോ. അത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി ചോദിക്കുമല്ലോ. എന്തുകൊണ്ട് റിപ്പോർട്ട് തരുന്നില്ല എന്ന് ചോദിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഒരു സംശയം അതിൽ വേണ്ട. അങ്ങയോട് അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ തെറ്റായ വാർത്ത എന്തുകൊണ്ട് കൊടുത്തു, ഈ വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു, അതാണ് അതിൽ പ്രശ്നമായിട്ട് വന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മേലെ നടപടിക്കും റെഡിയാക്കി. ക്ലാരിറ്റി വേണ്ട ഒരു കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പം മാറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, അന്വേഷണ ഉത്തരവ് വരട്ടെ, അത് വരട്ടെ. ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ അങ്ങയോട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമയം വേണമെന്ന കാര്യം ADGP MR രാജ്കുമാറോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ആരോപണം വന്ന ശേഷമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായ ശേഷമാണ് അങ്ങയോട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഒരു അഗ്ലി ഹേസ്റ്റില്ല അതിനകത്ത്. അങ്ങനെയല്ലത് നിങ്ങൾ കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിക്കുമല്ലോ. എന്തുകൊണ്ട് ഇവർ തരുന്നില്ല, എന്താണ് തരാത്തത്, ഉടനെ തരണം എന്ന് പറയല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ വിവരം എൻ്റെ അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ വിവരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഏകദേശം ഉണ്ടാവും, ഈ 24-ാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. നേതാക്കളുമായി ADGP 2-3 തവണ കൂടിക്കാഴ്ച നടത്തി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊഴം വെച്ച് RSS നേതാക്കളെ കാണുകയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തെറ്റ് കാണുന്നില്ലേ? അതിന് എന്തുകൊണ്ട് ഇത്തരം ഒരു ഉദ്യോഗസ്ഥരെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരം ഒരു മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല? IDGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതാണല്ലോ വസ്തുത. ഇതില് ഞാൻ പറയട്ടെ, ആവട്ടെ, ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ. അതുകൊട്ടെ, അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്.